അഡ്വഞ്ചർ കൂടി കൂടിയാണ് വരുന്നത്, കുറയുമല്ലാട്ടോ ചെയ്യുന്നേ. ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നവരൊക്കെ സമ്മതിക്കണം കേട്ടോ. നമുക്ക് എത്രയോ കിലോമീറ്റർ നടന്ന് എന്തൊക്കെയോ ഇലയെ പൊട്ടിച്ചിട്ടാണ് ഈ വരുന്നത്. ഓ അപ്പുറത്ത് മല കണ്ടോ? ആ മലയിൽ കാണും പറയാ വഴി. അയ്യോ ഇറക്കം കൂടിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഒരു കുറവ് പോലും ഇല്ല. കൂടുതലായിട്ട് ഇരിക്കുവാണെന്ന് തോന്നുന്നു, കുറയുന്നില്ല. നിങ്ങൾക്കിത് കാണുന്നുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ശരിക്കും എക്സ്ട്രീം ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുവാണ്. അപ്പുറത്തെ മല നോക്കി അറിയാം എങ്ങനെയാണ്. ആ മല ഇങ്ങനെ വെട്ടി കീറി എടുത്ത പോലെയാണ് ഇരിക്കുന്നത്. ഇവിടെ മരങ്ങളുള്ളതുകൊണ്ട് ശരിക്കും കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. കണ്ടോ ഇപ്പൊ കാണുന്നില്ലേ? ആ വഴി കൂടെ ഒക്കെയാണ് വരുന്നത്. ഇതാണ് ഞാനിപ്പോ വന്ന മല. അടുത്ത മലയിലേക്ക് പോകാനുള്ള വഴിയാണ്. നോക്ക് ഇവിടെ കുറെ ലാൻഡ് സ്ലൈഡിന്റെ ബോർഡ് ഉണ്ട് കേട്ടോ. ഒരുപാട് ലാൻഡ് സ്ലൈഡ് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ബ്രിഡ്ജ് ഒക്കെ ഉണ്ട്. ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോവാണ്. അവിടെ വാർണിങ്ങിന്റെ സിമ്പിൾ എന്തൊക്കെയാ അറിയാം? തോക്ക് വെച്ച് വെടി വെക്കരുത് എന്ന്. അതെന്താ അങ്ങനെ കൊടുത്തേക്കുന്നത്? അപ്പൊ തോക്ക് വെച്ച് വെടി വെക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടോ? അതാ ഞാൻ ആലോചിക്കുന്നത്. പിന്നെ മീൻ പിടിക്കരുത്, സ്വിം ചെയ്യരുത്, അതൊക്കെയാണ് അടുത്ത ബോർഡ് കണ്ടത്. ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും അത്യാവശ്യം വെള്ളം ഒഴുകി പോകുന്നുണ്ട് കണ്ടോ. ഹിമാചലിലൊക്കെ പോലെ തോന്നുന്നു എനിക്ക് ഇത് കാണുമ്പോ. ശരിക്കും നോർത്ത് ഇന്ത്യ ആ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് നൈസ് ആയിട്ടുണ്ട്. ആ പച്ച കളറിലുള്ള വെള്ളവും പച്ച കളറിലുള്ള പച്ചപ്പും നല്ല രസമുണ്ട്. അവിടെ ആൾക്കാരെന്തോ അവിടെ പണിയെടുക്കുന്നുണ്ടല്ലോ. അത് എന്താണെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും നേരം ഇറക്കുമായിരുന്നു. ഇനിയിപ്പോ എക്സ്ട്രീം കയറ്റമാണ് കയറാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അത് അതിനെക്കാട്ടിലും സ്ലോ ആയിരിക്കും. കയറ്റം കയറി എപ്പോ എത്തുമെന്ന് എനിക്കറിയില്ലേ. നോക്ക് കണ്ടോ, ആ മലയിന്ന് ഈ മലയിലേക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫുള്ള് കയറ്റം. ഇനിയിപ്പോ ബോർഡ് കാണുന്നത് എക്സ്ട്രീം കയറ്റം എന്നുള്ള ബോർഡായിരിക്കും. അതാണ് കാണാൻ പോകുന്നത് കേട്ടോ. അവിടെ ആൾക്കാർ എന്തോ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ലാൻഡ് സ്ലൈഡ് ഉണ്ട്. കാറിലേക്ക് ഇങ്ങനെ കല്ല് വീഴുന്ന സിമ്പലാണ് കൊടുത്തേക്കുന്നത്. പല സ്ഥലത്തും ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ അവരിങ്ങനെ കൊടുത്തിട്ടേക്കുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട് ആ ഓരോ സൈഡിലോട്ടോ. അപ്പുറത്തെ ഓപ്പോസിറ്റുള്ള മലയിലേക്ക് കണ്ടോ. പച്ചപ്പ് ഇടയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതാണ്. ഈ ഏരിയയിലൊക്കെയും കാണാം ലാൻഡ് സ്ലൈഡ് മുന്നുണ്ടായിട്ടുണ്ട് കേട്ടോ. അതാണ് ഇത്. ചെറിയ വാട്ടർഫാൾസ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് കണ്ടോ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി പോകുന്ന കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അവിടെ ആ പച്ച കളറിലെ വെള്ളം അടിപൊളി കേട്ടോ. വാവ്, പോണ വഴി നോക്ക്. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ് കണ്ട വെള്ളച്ചാട്ടം ഇതാണ് കേട്ടോ. ഇതുവഴിയാണ് ഞാൻ പോകുന്നത്. ഇതാണ് റോഡ്. ഇവിടുത്തെ റോഡാണ് ഇത്. ഓ സ്പീഡ് റോഡാണേ കേട്ടോ. ഇതുവഴി ചുറ്റും നോക്കുമ്പോ മല മാത്രമാണ് കാണുന്നത്. ഏതുവഴിയാണോ പോകുന്നത്. വെള്ളം നല്ല രസമുണ്ട് കാണാൻ. ഓ എക്സ്ട്രീം ചാട്ടമാണ്. വഴി ചെറുതായി കേട്ടോ. ചെറുതാവും ചെയ്തു. ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പൊ ഭയങ്കര ചാട്ടമാണ്. ഒരു ഗ്രാവൽ റോഡ് എന്ന് പറയാൻ പറ്റില്ല. മൊത്തം പൊളിഞ്ഞു കിടക്കുന്ന ഒരു റോഡാണ്. ശരിക്കും ഒരു അഡ്വഞ്ചർ ഓഫ് റോഡാണ് കേട്ടോ ഇത്. എത്ര സ്ലോ ആയിട്ടാ പോകുന്നറിയോ. നല്ല ചാട്ടുണ്ട്. ഫോണ് തന്നെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ആ മുകളിലേക്ക് പോകുന്ന കേട്ടോ. ആ വഴി വേണം പോവാൻ. ഒരു വണ്ടി മുകളിൽ കൂടെ പോകുന്ന കേട്ടോ. അത് വഴി വേണം പോവാനായിട്ട് കേട്ടോ. ഇവിടെ ലാൻഡ് സ്ലൈഡിന്റെ ആന്ന് തോന്നുന്നു. കല്ലെല്ലാം ഒരുപാട് വീണ് കിടക്കുന്നുണ്ട്. അതിങ്ങനെ ഇറങ്ങി വന്നേക്കുന്ന ആ മല കണ്ടോ. മലേന്റെ മുകളിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ട്. നമുക്ക് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടാണ് ഇവിടെ ഇതൊക്കെ കിടക്കുന്നത് കണ്ടോ. നേരത്തെ ഞാന് ഒരു കെച്ചാലിന് 3 റൊട്ടി മേടിച്ചില്ലേ. 3 റൊട്ടി മേടിച്ചിട്ട് അത് കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല. ഭയങ്കര ഹാർഡായിരുന്നു. ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആണ്. ഹാർഡല്ല, ഡ്രൈ ആണ്. നമ്മളെ നാട്ടില് പുട്ട് നമുക്ക് വെറുതെ കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലാണിത്. അപ്പോൾ ഞാനിതാണ് കഴിക്കുന്നത്. എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കഴിക്കുക. അത് വെറുതെ പച്ചക്ക് കഴിക്കുക. നേരത്തെ 3 എണ്ണം മേടിച്ചാൽ 1 എണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. തുറത്തിയാ ഞാൻ അവരോട് വേണോന്ന് ചോദിച്ചാൽ അവര് ഇത് കഴിക്കൊന്നുമില്ല പച്ചക്ക്. ഞാൻ പിന്നെ വേറെ ഒന്നും ഇവിടെ കാട്ടിലതേ. ഈ കാട്ടിൽ എനിക്ക് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ലാത്തോണ്ട് ഞാനത് തിന്നണ. എനിക്ക് വിശക്കുന്നുണ്ട്. ആള് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിത്
കഴിച്ച് തീരാനായിട്ടുണ്ട് കേട്ടോ. വെറും പച്ച റൊട്ടിയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് വിശപ്പിനാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ പച്ചക്ക് കഴിക്കുന്നത്. വേറെ ഈവൻ പീനട്ട് ബട്ടർ പോലും ഇല്ലാണ്ട്. സീരിയസ്ലി പാട്ടൊക്കെ കേട്ട് ഇങ്ങനത്തെ വഴി കൂടെയാണ് പോകുന്നത്. ഇവിടെ മഴ പെയ്തിട്ട് വെള്ളമുണ്ട്. ആ മല നോക്കി, എന്റെ റൈറ്റിലുള്ള മല ഉണ്ടോ ഓപ്പോസിറ്റ്, ആ മലയില് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട് കുറെ. ആ സൈഡിലെല്ലാം ലാൻഡ് സ്ലൈഡ് ആയതാണ് കാണുന്നത്. ഇവിടെ സൈഡൊക്കെ ഇത്രേ ഉള്ളൂ, കുറച്ച് ചെടികൾ മാത്രം നിൽക്കുന്നുണ്ട്. ഇതെന്താ ഹിമാചലാണോ? ഹിമാചലിലെ ഏതോ വില്ലേജിലേക്ക് പോകുന്ന പോലെ തോന്നാം. ഹിമാചലിൽ പോകുമ്പോൾ ഇതുപോലത്തെ വലിയ മലകളാണ് കാണുന്നത്. റൈറ്റ് സൈഡിൽ ഇങ്ങനെ അപ്പുറത്തും മല ഇപ്പുറത്തും മല കൊക്ക അങ്ങനെ ഉണ്ടാവും. ഇതതുപോലെ തന്നെ നോക്ക് കണ്ടോ. ഞാൻ ഫോണിങ്ങനെ പൊട്ടി പിടിച്ചേക്കാണ് കേട്ടോ, അല്ലെങ്കിൽ ഫോണ് താഴെ പോകും. ഫോറസ്റ്റ് ആണ്, അതിന്റെ നടുവിൽ കൂടെ ഒരു ചെറിയ അരുവിയുള്ളൂ. ഈ പോകുന്ന വഴിയല്ലാണ്ട് അങ്ങ് ദൂരെ ഒരു റോഡ് കാണുന്നുണ്ട് കേട്ടോ, ടാറിട്ട റോഡ് കാണുന്നുണ്ട്. ടാറിട്ട റോഡ് കണ്ടപ്പോഴുള്ളൊരു സന്തോഷം എന്താണെന്നറിയോ എനിക്ക്. ഇവര് വേറെ ഏതോ ലാ പെർല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാൻ ചെൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക്, CHELL അതോ CHEL ഒരെല്ലാം ഉള്ളൂ എന്ന് തോന്നുന്നു, അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ അങ്ങ് മലയിലൊക്കെ ഒരു വില്ലേജ് കാണുന്നുണ്ട്. ഇനി ആ വില്ലേജ് ആണോ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ചില വില്ലേജിലേക്ക് നമുക്ക് നടന്നു മാത്രമാണ് പോകാൻ പറ്റുള്ളൂ. നേരത്തെ അങ്ങ് ദൂരേന്ന് കണ്ടത് ഒരു ഡാമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ഡാമിന്റെ ഏരിയയിൽ മാത്രമാണ് റോഡ് ഉള്ളൂന്ന്. അത് കഴിയുമ്പോൾ റോഡില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു ഡാം. ഈ മോളിൽ നിന്ന് കാണുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത് കണ്ടോ. അവിടെ മാത്രം ഒരു റോഡ് കാണുന്നുള്ളൂ. അത് ആ ഡാമിലേക്കുള്ള വണ്ടി വരുന്ന എന്തോ ആണെന്ന് തോന്നുന്നു. നീല കളറിലുള്ള വെള്ളമൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കണ്ടോ. ആ ഒരു റിവർ ഇങ്ങനെ അതുവഴി ഒഴുകുന്ന ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നോക്ക്, അവിടെ ഒരു വില്ലേജ് കണ്ടോ, ഹുവേ എന്ന് പറഞ്ഞൊരു വില്ലേജാ. ഹുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JUA അതാണ് സ്പെല്ലിങ്. പക്ഷെ JUA എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് JH ആണ്. J ഇല്ല ഇവരുടെ, H ഉള്ളൂ. അപ്പോൾ ഹുവേ എന്ന് വരും. ജുവേ എന്ന് വരുന്നതിന് പകരം ഹുവേ എന്ന് വരും. ആ ഒരു ഹുവേ വില്ലേജിലേക്ക് റോഡുണ്ടോയെന്ന് എനിക്കറിയില്ല കണ്ടോ. അതോ ഇനി ആ വില്ലേജ് വഴി കയറിപ്പോയിട്ടാണോ ഞാൻ പോകാൻ പോണ വില്ലേജ് എന്നറിയില്ല. അതോ ഇനി ഈ വില്ലേജ് പോകണോ എന്ന് എനിക്ക് കൺഫ്യൂഷനാണ്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. അതെ, ഞാനിപ്പോൾ ഇത്രയും മുകളിൽ നിന്നാണ് എടുക്കുന്നത്. ഇത്രയും ദൂരെ നിന്നിട്ടാണ് അവരെനിക്ക് വേണ്ടി നിർത്തി തന്നു കേട്ടോ. ഞാൻ പറഞ്ഞ് എനിക്ക് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ നിർത്തി തന്നതാ. ഓക്കെ, ബൈ ബൈ, ഗ്രാസിയാസ്. ഓക്കെ, ഇവര് ഇതുവഴിയാണ് പോകുന്നത്. ഇത് ബരിയാസ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാൻ അടുത്തത് പോകുന്നത്. അപ്പോൾ ഈ വഴിയാണ് പോകേണ്ടത്. പക്ഷെ എനിക്ക് ആ ഒരു വില്ലേജ് പോകണം, അതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്തേക്ക് പോകുന്നത്. ഈ റോഡ് ഇപ്പുറത്തേക്ക് താഴേക്ക് ഇറങ്ങി വേണം പോകാൻ. അവിടെ പോയി കഴിഞ്ഞ് താഴേക്ക് പോയിട്ട് മുകളിലേക്ക് കയറണം. ഹുവേ എന്ന് പറഞ്ഞ വില്ലേജും ചെയിൽ എന്ന് പറഞ്ഞ വില്ലേജും മാത്രമാണ് ഈ സൈഡിലേക്കുള്ളൂ. ബാക്കിയെല്ലാം ഈ സൈഡിലേക്കാണ്. സോ ഞാൻ ആദ്യം ഇവിടെ പോയിട്ട് ഇവിടേക്ക് വരാം. വണ്ടിയൊക്കെ ഇടയ്ക്കാണ് വരുള്ളൂ. പിന്നെ അതാണ് ഒന്നും കൂടെ മെയിൻ റോഡ് കേട്ടോ. ഇവർ പോകുന്ന ഈ റോഡ്. അപ്പം ഞാൻ താഴേക്കാണ് പോകുന്നത്. അതുണ്ടോ, ഇങ്ങനെ വളഞ്ഞ് താഴേക്ക് പോകണം. നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ സ്ലിപ്പറി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നല്ല പൊടി പിടിച്ച് കിടക്കുകയാണ്. പൊടിയും ചരലാണ്, നല്ല പോലെ ചരലാണ്. ഒന്ന് വീണ് കഴിഞ്ഞാൽ നല്ല മുറിയായിരിക്കും. ഒരു വണ്ടി വരുന്നുണ്ട്. ഇത് താഴേക്കാണോ അപ്പുറത്തേക്കാണോ? അയ്യോ, അത് ഇങ്ങോട്ട് ഞാനുണ്ട്. അയ്യോ, അതിലാളുണ്ട്. പക്ഷെ അതിലാളുണ്ട് കേട്ടോ. ആംബുലൻസ് അത്. ആളുണ്ട്, ആംബുലൻസും ആണ്. ഞാൻ ആംബുലൻസ് ആണെന്നൊന്നും കണ്ടില്ല. ഞാനപ്പോൾ ഈ വിജനമായ കാട്ടിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. കിളികളുടെ ശബ്ദം മാത്രമാണ് ഞാൻ കേൾക്കുന്നത്. ഫുള്ള് ലാൻഡ് സ്ലൈഡും ചുറ്റും കാടും ഗ്രാവൽ റോഡും. പോകുന്ന വഴി നോക്ക്, ഇതൊക്കെ ലാൻഡ് സ്ലൈഡാണേ. ഏതോ വണ്ടീൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു വണ്ടി തന്നെ ഇതുവഴി പോവുകയാണെങ്കിൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. നല്ല പൊടിയടിക്കും. സൗണ്ട് കേട്ടിട്ട് വലിയ ഏതോ വണ്ടിയാണ്. അത് പോയി കഴിഞ്ഞാൽ ഭയങ്കര പൊടിയായിരിക്കും. അതെ, വലിയ വണ്ടിയാണ്. ഞാനിങ്ങനെ സൈഡിലേക്ക് മാറി നിൽക്കട്ടെ. ഇതുപോലൊരു വണ്ടി തിരിച്ച് താഴേക്ക് പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നോക്ക്, രണ്ട് വണ്ടി പോയിട്ട് നിർത്താണ്ടാണ് പോയത്. ബൈക്കിൽ പോകുന്നത് എക്സ്ട്രീം റിസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ ബൈക്കിൽ പോകുന്നില്ല, ബൈക്കിൽ കൈ കാണിക്കുന്നില്ല.
ആ വണ്ടിയുടെ പുറകിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. അവർക്ക് എന്നെ നിർത്തി കയറ്റി കൊണ്ടുപോകാറുണ്ട്. എനിക്ക് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വില്ലേജിലെ ആൾക്കാരാന്ന് തോന്നുന്നത്. ചെറിയ പിള്ളേരൊക്കെയാണ്. ഇതിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ബാക്കിലിരുന്നാണ് പോകുന്നത്. ബാക്കിലിരുന്നുണ്ടോ ആ സൈഡിലൊക്കെ നോക്കിയേ. മൊത്തം ഇത് സീനാണ് കേട്ടോ. പറന്നു പോകുന്നത് തിരിവൊക്കെ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ശരിക്കും അറിയാൻ പറ്റുന്നില്ല കേട്ടാ. എനിക്കറിയാൻ പറ്റും എത്രത്തോളം ഡീപ്പാണെന്നുള്ളത്. ഞാൻ ആ ഡാമും ബ്രിഡ്ജും അവിടെയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ആ വെള്ളം ഒഴുകി പോകുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നോക്കിയേ നല്ല പൊടി അടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഗ്ലൗസ് എന്നാ പറയുന്നത്. എൻ്റെ മാസ്ക് എവിടെയാണെന്ന് അറിയില്ല. മാസ്ക് നോക്കണം. മാസ്ക് തപ്പിയിട്ട് കണ്ടുപിടിക്കണം. പൊടിയാണ്. എന്ത് പൊടിയാ നോക്കിയേ. അയ്യോ പൊടിയാണ് കേട്ടോ. ഒടുക്കത്തെ പൊടിയാ. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ എക്സ്ട്രീം പൊടിയാണ്. ഞാനിതാ മാസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. സെറ്റായി. ഓക്കെയാണ്. ഇവരുടെയൊക്കെ മുഖവും ഇവരുടെ കണ്ണൊക്കെ കാണണം. വേറെ ആയിട്ടുണ്ട്. ഞാൻ വെറുതെ ആ ടാറിട്ട റോഡ് കണ്ടിട്ട് സന്തോഷിച്ചു. ഒരു കാര്യം ഉണ്ടായില്ല. ഇപ്പൊ ഞാൻ മൊത്തം കവർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നല്ല ചാട്ടമുണ്ട്. ചാടി ചാടിയാണ് പോകുന്നത്. ഇവരൊക്കെ ആ ചേൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ആക്ച്വലി ഈ റോഡ് ഗൂഗിൾ മാപ്പിൽ പോലും കാണിക്കുന്നില്ല. ഞാൻ ഗൂഗിൾ മാപ്പിൽ ചേലിന് അടിച്ച സമയത്ത് എനിക്ക് കാണിച്ചത് വേറെ ഏതോ ഒരു റോഡ്, മെയിൻ റോഡ് പോയിട്ട് കറങ്ങി പോകാനാണ് കാണിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ ഹുവേ എന്ന് പറഞ്ഞ വില്ലേജാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പം ഞാൻ ഈ എടുക്കുന്ന വില്ലേജ് ഉണ്ടല്ലോ, ഹുവേ എന്ന് പറഞ്ഞ വില്ലേജ്. എന്നിട്ട് ഹുവേ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞാൻ ചേലിലെന്ന് മാപ്പിട്ടു. അപ്പോഴും ഹുവേന്ന് തിരിച്ച് ഹുവേ ഇവിടെ കിടക്കുന്നു, ചേലിവിടെ ഇവിടെയും അങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ പോകാനാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ മാപ്പ് പോലും ഇല്ലാത്ത വഴിയിലൂടെയാണ് അപ്പം ഞാനിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് വാഴ കാണുന്നുണ്ട്. നോക്കിയേ ഇപ്പം അതാ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് മാസ്ക് ഇട്ടിട്ടും അതിൻ്റെ ഉള്ളിലേക്കും പൊടിയാവുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കും പൊടിയാണ് അടിക്കുന്നത്. ഇപ്പോൾ ഹുവെന്ന് പറഞ്ഞ സ്ഥലം കുറച്ച് താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത്തിരി ചൂടുണ്ടാവുന്നുണ്ട്. കാരണം കുറച്ച് താഴ്ന്ന പ്രദേശമാണല്ലോ. എന്നാലും താഴ്ന്ന പ്രദേശം എന്ന് പറഞ്ഞാലും 2000 ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്. അതിൽ നിന്നും വീണ്ടും ഞാൻ മുകളിലേക്കാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ ചേൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ജേണി തന്നെയാണ് കേട്ടോ ഇത്. എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. പൊടി അടിക്കുന്നത് മാസ്ക് ഇട്ടിട്ട് മൊത്തം മൂടിയൊക്കെ അല്ലേ. കുറച്ച് ശ്വാസം കിട്ടുന്നത്. കുറച്ച് ശ്വാസം വലിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് പൊടിയാണ്, ഓക്സിജൻ അല്ല. പോകുന്ന വഴി നോക്ക് എന്തോരം മോശമാണെന്ന്. മോശം കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടി സീനായിക്കൊണ്ടിരിക്കുക. പക്ഷെ നല്ല കാടും നല്ല രസമുള്ള സ്ഥലങ്ങളുമാണ്. അങ്ങ് ദൂരെ ഒരു മലമുകളിൽ ഒരു വില്ലേജ് കാണുന്നുണ്ട് കേട്ടോ. നോക്ക് അത് ആ വില്ലേജൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത മല കയറി താഴെ ഇറങ്ങി എന്നിട്ടിപ്പോൾ ഈ മല കയറിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇതാ ക്ലാറോ വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെയും കുറച്ച് താഴത്തേക്ക് ഇറങ്ങി. കയറുക താഴെ ഇറങ്ങുക, കയറുക താഴെ ഇറങ്ങുക, ഇത് തന്നെയാണ് പരിപാടി. ഇവിടെ ആ വെള്ളം പോകുന്ന ബ്രിഡ്ജൊക്കെ കാണാൻ പറ്റുന്നത്. ഇത് ചേൽ വില്ലേജ് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും സെൻറ്ററിലേക്കാണ് ഇവർ പോകുന്നത്. ഞാൻ എന്തായാലും വണ്ടി അവിടെ പോകുന്നോ അവിടെ വരെ പോകുന്നുണ്ട്. അവർ പറഞ്ഞത് സെൻറ്ററിലേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ ക്ലാരോ കിട്ടും, ടിഗോയും കിട്ടും. പക്ഷെ ടിഗോ നല്ലപോലെ കിട്ടും, ക്ലാരോ ആണെങ്കിൽ കുറച്ചേ കിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. ഇൻ്റെത് ക്ലാരോ ആണ്. അല്ലെങ്കിലും അങ്ങനെയാണ്. ഇൻ്റെത് ടിഗോ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ക്ലാരോ ആയിരിക്കും നല്ലപോലെ കിട്ടുക. കണ്ടോ വില്ലേജ് നോക്ക്, നല്ല രസമുള്ള വില്ലേജ് അല്ലേ. മലയിൽ ഇങ്ങനെ ഓരോ താഴ്ന്നും കയറിയും അങ്ങനെയൊക്കെയാണ് ഓരോ വീടുകളുള്ളത്. അപ്പോൾ സെൻറ്ററിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഇതെല്ലാം ആ വില്ലേജിന്റെ ഭാഗം തന്നെയാണ്. ഈ വണ്ടി ഇത് എവിടെ വരെ ഉള്ളൂ കേട്ടോ. സെൻട്രൽ അങ്ങോട്ടാന്ന് തോന്നുന്നു. സെൻട്രലല്ല സെൻട്രൽ. ഇത് കടിച്ചു പണ്ടാര സാധനം. തേനീച്ച സീന് പോയോ തേനീച്ചേട്ടാ. ഞാനോർത്ത് തേങ്ങ പേടിച്ചു പോയി ഞാൻ. എന്താ സാധനം ഇവരിവിടെ വരെ ഉള്ളൂ. അപ്പതേ ഇവിടെ കുറേ പിള്ളേരുണ്ട്. ഞാൻ എന്താ വീഡിയോ എടുത്തപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഈ വീട്ടിൽ ഇവിടെ ചാർജിലിടാൻ വേണ്ടി പോവാണ് കേട്ടോ.
എൻ്റെ ഫോണിലെ ചാർജ് രാവിലെ ചെയ്തതൊക്കെ തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചാർജ് ചെയ്യണം. അവർ നല്ല ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ തന്നെ അവർ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. ഈ കൊച്ചു പയ്യൻ ആ വണ്ടിയിൽ വന്നാണ് കേട്ടോ എൻ്റെ കൂടെ. ഇതേ അവരുടെ കിച്ചണാണിത്, നോക്കി. എന്തേ ഓ ഭയങ്കര കൺജസ്റ്റഡ് ആണ് കേട്ടോ. നോക്ക്, ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഉണ്ട്. ആ ആ കണ്ട ചിരിച്ചുകൊണ്ട് അവരെന്നെ വെൽക്കം ചെയ്യണ്. സി ആ എന്താ ചോദിക്കാൻ ഭാഷയൊന്നും. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഐസ്ക്രീമാണ് കേട്ടോ. അപ്പം ഞാൻ വന്ന വണ്ടി ഐസ്ക്രീമിൻ്റെ പെട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവർക്ക് കടയാണെന്ന്, ഐസ്ക്രീമിൻ്റെ കടയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ ചാർജായിട്ട് വേണം പോകാൻ. അപ്പം എൻ്റെ 2 ഫോണുണ്ട് എനിക്ക്. അപ്പോൾ ഒരു ഫോൺ ഞാൻ കുത്തിയിട്ടേക്കാം. കഴിഞ്ഞ സാരോ കമൻ്റ് ഇടുന്ന കണ്ടു, പുതിയൊരു ഫോൺ വാങ്ങിയിട്ട് ചാർജിലിട്ടിട്ട് ഉപയോഗിക്കാമല്ലോ, പവർ ബാങ്കും മേടിച്ചാലും. എൻ്റെ കയ്യിൽ 2 പവർ ബാങ്കും 2 ഫോണുണ്ട്. എന്നിട്ടാണ് എനിക്ക് ഗോപ്രോ ഇല്ലാണ്ട് പറ്റാത്തത്. കാരണം ഒരു ഗോപ്രോയിൽ നമുക്ക് 1 മണിക്കൂറൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും ഒരു ബാറ്ററിയിൽ. അങ്ങനത്തെ എൻ്റെ കയ്യിൽ 5 ബാറ്ററി ഉണ്ടായിരുന്നു, മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് ഞാൻ യൂഷ്വലി ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫോൺ മാത്രം, ആ ഫോണിൽ അങ്ങനെ വീഡിയോ എടുത്താൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഫോണിൽ മാത്രമാണ്, ഞാൻ ഐഫോണിലാണ് എടുക്കുന്നത്. ഇതെന്താ എന്തോ ഒരു ചീര. എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നേക്കാം. പൊക്കിത്തോ. ഇത് കുറേ തന്നേക്കുന്നു കഴിക്കാൻ. എന്താ എന്തോ, ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇവരുടെ വീട് നോക്ക്, എന്താണ് ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ മണ്ണാണ് കേട്ടോ, നിലത്ത്. ഞാൻ വിചാരിച്ചിപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെയാണ്, വീടിൻ്റെ ഉള്ളിൽ ടെൻ്റ് അടിക്കാൻ പോലും പറ്റില്ല. കാരണം ഇങ്ങനെ കുണ്ടും കുഴിയായിട്ടുള്ള സ്ഥലമാണ്. എല്ലാവരും ചെരുപ്പൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഉള്ളിൽ നടക്കുന്നത്. ഈ ഒരു വീട് കണ്ടോ, ആകെ ഇത്ര സ്ഥലമുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ 2 ബെഡുണ്ട്. ഇവിടുത്തെ ആൾക്കാർ ചിലപ്പോൾ കുറേ ഒരു 4-5 പേരൊക്കെ ആയിരിക്കും ഒരു ബെഡിൽ തന്നെ കിടക്കുന്നത്. കുട്ടികളും കുറേ കുട്ടികളെയും കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്തോരം സാധനങ്ങളാണ് നോക്ക്. ഈ ഒറ്റ ഫ്രെയിമിൽ തന്നെ എത്രയോ കുറേ കുട്ടികളും കുറേ ഇതും. ഓക്കെ, ഇതെനിക്ക് കഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഞാൻ കൈ ഒന്ന് കഴുകണം. കൈ കഴുകിയാലാണ് കഴിക്കാൻ പറ്റും. മൊത്തം പൊടിയും ചെളിയായിരുന്നു. അഗ്വാ, അത് ഇതെവിടെ വയ്ക്കുക? ഇവിടെ വയ്ക്കുക, ബെഡിൽ. വേറെ എവിടെ സ്ഥലമില്ല വയ്ക്കാനായിട്ട്. പിള്ളേരൊക്കെ ഞാൻ അന്തം വിട്ട് നോക്കുവാണ് കേട്ടോ. ഓ അഗ്വാ, വാ. ഏത് ഭാഷയിലും ഞാൻ പറയുന്നത്. ഡോഗിപ്പോൾ കടിക്കും എന്നെ. അഗ്വാ. എവിടെയാ അങ്ങനെ അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. എവിടെയാന്തോ കണ്ടോ. ഇതിൻ്റെ ഉള്ളിലും മൊത്തം സ്ഥലം ഫുൾ കൺജസ്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. എന്താ ഒളിച്ചിരിക്കുന്ന നോക്ക്. ഒളിച്ചിരിക്കുന്ന ടീമുകളാണിത്. വീഡിയോയിൽ കണ്ട ഒളിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നും ആരും വന്ന് അവർ വീഡിയോ എടുക്കുകയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ഇതായിട്ടുള്ളത്. അവരുടെ കിച്ചണും പിന്നെ എന്താ പറയുക ഡൈനിങ് ടേബിളും ഒക്കെ ഈ ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിതാ ഇത് കഴിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ കൂടെ വന്ന ആ പയ്യനൊക്കെ അത് തന്നെയാണ് കഴിക്കുന്നത്. എന്താ സാധനം എന്ന് മനസ്സിലായില്ല. അതിൻ്റെ കൂടെ എന്തോ ചമ്മന്തി തന്നിട്ടുണ്ട്. ഗ്രാസിയാസ്. ഓക്കെ, കഴിച്ചോട്ടെ കേട്ടാ. ലൈന്ത്യ. ഇതെന്താ അറിയോ, ഇലയിൽ ഇതുണ്ടല്ലോ, മേസ് കോണാന്ന് തോന്നുന്നു. കോണായിരിക്കും. ഇലേൻ്റെ ഉള്ളിൽ കോണ് വെച്ചേക്കാ. അതിനെന്തോ ചമ്മന്തി ഉണ്ട്. തക്കാളി, ഈച്ച കണ്ടോ. ഓക്കെ, ഇലേൻ്റെ ഉള്ളിൽ അവരിങ്ങനെ ആക്കി വെച്ചേക്കാം. ഇങ്ങനെ കഴിക്കാം. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള എക്സ്ട്രീം ട്രഡീഷണൽ ഫുഡാട്ടോ. ഇതൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സെൻട്രൽ അമേരിക്കയാണ്. എന്നിട്ട് ഇവിടുത്തെ ദാരിദ്ര്യം കണ്ടില്ലേ. ആഫ്രിക്കയിൽ പല സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ദാരിദ്ര്യം, അതുപോലെയാണ് ഇവിടെയും ദാരിദ്ര്യം കേട്ടോ. സെൻട്രൽ അമേരിക്ക എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമേരിക്ക എന്ന് പേരിൽ മാത്രമേ ഉള്ളൂ. പലർക്കും ഇതറിയില്ല. ഇപ്പോൾ ഗ്വാട്ടമാല എന്ന് പറയുന്ന സിറ്റി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. സിറ്റി കാണുമ്പോൾ വലിയ ബിൽഡിങ്സും ഭയങ്കര വലിയ വലിയ കാറും അങ്ങനെയുള്ളതാണ് കാണുന്നത്. പക്ഷേ ഇതും ആ രാജ്യത്ത് തന്നെയാണ്. ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ആരും വരില്ല, ആരും അറിയുന്നുമില്ല ഇങ്ങനത്തെ ഒരു രാജ്യവും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജീവിത രീതി ഈ ഒരു സെൻട്രൽ ആഫ്രിക്കയിലുണ്ട്. ഇത് അങ്ങനെ ഒരു ടേസ്റ്റും ഇല്ല. പക്ഷേ എന്താ പറയുക, ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിക്കുന്നത്. പക്ഷെ എനിക്ക് വിശക്കുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അപ്പം കഴിച്ചില്ലെങ്കിൽ ഞാൻ പട്ടിണിയാവും. അതുകൊണ്ട് ഞാനിത് കഴിക്കുവാണ്. വേറെ ഇവിടെ കടകളോ വേറെ ഒന്നും കിട്ടൂല്ല. അവർ തന്നത് മൊത്തം ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നത് ഞാൻ പകുതിയാക്കി, എന്നിട്ട് ആ കുറച്ചുണ്ടായിരുന്ന മൊത്തം ഞാൻ കഴിച്ചു. ഓക്കെ, ഗ്രാസിയാസ്. നല്ല അമ്മമ്മയാണ് കേട്ടോ. അതെ, കൈ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ എനിക്ക് വെള്ളമൊക്കെ തന്നിട്ടുണ്ട്. ഗ്രാസിയാസ്. ഇവിടുത്തെ ടോയ്ലറ്റ് കണ്ടോ, ക്ലോസറ്റ് ഉണ്ട് എന്നുള്ളൂ. ചുറ്റും ടിഷ്യൂ നിറഞ്ഞേക്ക്, അതൊന്നും അവർ ക്ലിയർ ചെയ്തിട്ട് പോലും ഇല്ല. പിന്നെ ഒരു കർട്ടനാണ്, കുളിക്കാനുള്ള ബാത്റൂമിൻ്റെയും ടോയ്ലറ്റിൻ്റെയും ജസ്റ്റ് ഒരു കർട്ടൻ മാത്രമാണ്. ചുറ്റും ടാർപ്പായ പോലത്തെ ഒരു സാധനമുണ്ട്. വെള്ളമൊക്കെ ഇങ്ങനെ അവർ പിടിച്ചു വെച്ചേക്കുന്നു. കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. പിന്നെ ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും പിന്നീട് അതൊക്കെ അങ്ങോട്ട് ശീലമായിക്കോളും. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ, നമ്മളെ കേരളത്തിൽ എത്ര ആൾക്കാർ ഉള്ളവരൊക്കെ എത്ര സ്വർഗത്തിലാണ് ജീവിക്കുന്നത് ഇവിടെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുകയാണ്. കാരണം നാട്ടിൽ ഈവൻ അറ്റാച്ച്ഡ് ബാത്റൂം ഒരു ബാത്റൂം അല്ല ഉണ്ടാവുക, ഒരു വീട്ടിൽ 4 ബാത്റൂം ഉണ്ടാവും. അങ്ങനെ അറ്റാച്ച്ഡ് ബാത്റൂം ഒരെണ്ണമെങ്കിലും ഉണ്ടാവും. ഇവിടെ ആകെ ഒരു ബാത്റൂമേ ഉണ്ടാവും മൊത്തം വീട്ടിൽ. 2-3 വീട് അടുത്തുണ്ടെങ്കിൽ ആ 2-3 വീടിനും കൂടെ ഒരു ബാത്റൂമേ ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടുത്തെ അവസ്ഥ. സീരിയസ്ലി എനിക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് നമ്മൾ കേരളത്തിലുള്ളവർ എത്ര ലക്കിയാണെന്ന്. ബേസിക് ആയിട്ടുള്ളൊരു ഇത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ താമസിക്കും, അത് കഴിഞ്ഞ് ഞാൻ അടുത്ത സ്ഥലത്ത് പോയി താമസിക്കും. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ താഴ്ചയും ഉയർച്ചയും ഉള്ള സ്ഥലങ്ങളിലാണ് ഞാൻ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇതാക്കുന്നത് സ്റ്റേ ചെയ്യുന്നത്. കാരണം നാട്ടിൽ പോയാൽ ഞാൻ നല്ല പോലെ താമസിക്കുന്നു, പിന്നെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും നല്ല വീട്ടിൽ താമസിക്കുന്നു. ഇവരെന്ന് പറയുമ്പോൾ ഡെയിലി ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഒരു ലൈഫിൽ എപ്പോഴും ഇങ്ങനെ തന്നെ ആവുമെന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു കഷ്ടപ്പാട് തന്നെയാണ് ആക്ച്വലി. ഫോണൊക്കെ ഞാൻ ചാർജ് ചെയ്തു, കുറച്ച് ഒരു 70% ആയി. ഓക്കെ, ഗ്രാസിയാസ്, ബൈ. ഞാനപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനുള്ളൊരു സ്പോട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, ഗ്രാസിയാസ്, ബൈ. ഇതുവഴി നടന്നു നോക്കണം. കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ടയേർഡ് തോന്നി ഞാൻ കുറേ നടന്നപ്പോൾ. അപ്പം ഞാൻ വെയിലൊന്ന് കുറഞ്ഞു, ഇപ്പം നല്ലപോലെ വെയിൽ കുറഞ്ഞു, അപ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത്. കുറേ നേരമായിട്ട് ഞാനിവിടെ റെസ്റ്റ് എടുക്കുമായിരുന്നേ. ഇവിടെ പട്ടികളുടെ അറ്റാക്കാണ്ട് എൻ്റെ നെഞ്ചൊക്കെ കത്തിപ്പോയി. ഇത് തന്നെ അവിടെ പരിപാടി കേട്ടാ. ഞാൻ എവിടെ ചെന്നാലും ഇവിടെ പുറത്തെ ആൾക്കാരൊന്നും വരാറില്ല, ഞാൻ മാത്രമാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട് ചുറ്റും. എന്നിട്ടാണ് ഇങ്ങനെ പേടിച്ച് ഓരോ ഡോഗ് ഒച്ചുണ്ടാക്കിയ എല്ലാ സ്ഥലത്തുനിന്നും കൂടെ ഡോഗുകൾ ഓടി വരും കേട്ടോ. കണ്ട, നമുക്ക് സീനാണ്. അടുത്തേക്ക് പോയി അവർക്ക് പേടിയാ, പക്ഷെ കൂട്ടത്തോടെ വന്നാൽ ഞാനും പേടിക്കും. കണ്ട, നോക്കി പേടിപ്പിക്കുന്നു. ഉമ്മ ആളെ പേടിപ്പിക്കാൻ ഈ ഗ്രാമം മൊത്തം അറിയിക്കും ഇപ്പൊ ഞാൻ വന്ന കാര്യം. ഇറങ്ങിയേ ഉള്ളൂ. ഇതാണ് ഞാൻ സമാധാനമായിട്ട് ഒരു സ്ഥലത്ത് കൂടെ നടക്കാത്ത കേട്ടോ. ഇങ്ങനെയുള്ള ഡോഗ്സ് വന്നിട്ട് കടിക്കും, അതാണ് പ്രശ്നം. കടിക്കൽ അവർ മെയിനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാണ് ആ വീട്ടിലെ ആളുകളെ. ഞാനിതുവഴി നടക്കുവാണ് കേട്ടോ. ഡോഗ് എവിടെയുള്ളേ നോക്കിയിട്ടാണ് നടക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് വന്നിട്ടൊക്കെ കടിച്ചാൽ പണിയാവും. അതാണ്, ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോലും പറ്റൂല. ഞാനിതവിടെ ഇത് പോകുന്നുണ്ട്, വെള്ളം പോകുന്നുണ്ട്. ഇതിൻ്റെ അരികിൽ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ സ്ഥലം ഉണ്ടോയെന്നാണ് നോക്കുന്നത്. തപ്പി നടക്കുവാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു കേട്ടോ, ചെറിയ വെള്ളം. പക്ഷെ ഇവിടെയൊക്കെ നോക്ക് ടെൻ്റ് അടിക്കാൻ പറ്റിയൊരു സ്ഥലമില്ല. ഇങ്ങനെ ഇറക്കം സ്ലിപ്പറിയൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഞാനിവിടെ ഓരോ ആൾക്കാരോട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ഈവൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ അവരോട് പറയാൻ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല. അത്ര പോലും അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ടെൻ്റ് അടിക്കാനുള്ള ഒരു സ്ഥലം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്, പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല ഈവൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ യൂസ് ചെയ്തിട്ട്. ഞാൻ ട്രാൻസ്ലേറ്റിൽ സംസാരിക്കാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് അവർ കോളിലാണെന്ന് വിചാരിച്ചിട്ട് സംസാരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നുണ്ട് ട്രാൻസ്ലേറ്റിൽ, ഇത് ട്രാൻസ്ലേറ്റ് ആണ്, ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നൊക്കെ. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല. അതെ, ഇവിടെയുള്ള അവരോട് ഞാൻ ചോദിച്ചു, ആ ബാക്കിലുള്ള വീട്ടിലവരോട് ചോദിച്ചു, അവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല കേട്ടോ. അവസാനം ഞാൻ ടെൻ്റ് അടിക്കാനാണ് സ്ഥലം ചോദിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ അങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കും, ഞാൻ ഇങ്ങോട്ട് നടക്കും. എനിക്ക് വെയിറ്റ് താങ്ങിയിട്ട് നടക്കാൻ പറ്റുള്ള കേട്ടോ. അതിനിടയിൽ കുറേ ഡോഗ്സ് എന്നെ പുറകെ ഓടിക്കും. അത് അടുത്ത ടാസ്ക്. ഇതാ ഞാൻ ഓൾറെഡി ഇവിടെ ചോദിച്ചപ്പോൾ അവർ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു. അവിടെ ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ ഈ വില്ലേജ് മൊത്തം കാണും തോന്നുന്നുണ്ട്. ഇവിടെ പിള്ളേർ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ പിള്ളേരുടെ കളി എപ്പോഴാണ് നിൽക്കുകയെന്ന് അറിയില്ല.
അവിടെ അടിക്കാൻ പറ്റുമോന്നറിയില്ല. ഇവിടെ ഇപ്പോൾ ടെൻ്റ് അടിക്കണേ തന്നെ നമ്മൾ വില്ലേജിലെ ആളുകളുടെ ഒരു പെർമിഷൻ ഇല്ലാണ്ട് നമ്മൾ ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടാണെങ്കിൽ ഇവർക്കൊട്ട് മനസ്സിലാവുന്നില്ല. എന്ത് രസമുള്ള വില്ലേജാന്ന് നോക്കി, അടിപൊളിയാണ് കേട്ടോ കാണാൻ. ആ ഒരു മൗണ്ടെയിനും ആ വീടുകളും നല്ല രസമുണ്ട്. ആ ഒരു പുഴ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന കാണാൻ കേട്ടോ, നൈസായിട്ടുണ്ട്. ഈ ഡോഗൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ആകെ സീനാവും കേട്ടോ. ഈ പരിചയമില്ലാത്തവരെ ഭയങ്കര സീനാണ് ഇവർക്ക്, പരിചയമുള്ളവരെ കുഴപ്പമില്ല. അപ്പം ഞാനിത് അവിടെ ഒരു ഇവിടെ എന്താ പറയുക ബാർബർ ഷോപ്പിൽ വന്നിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ആ ഒരു ഗ്രൗണ്ടിൽ ടെൻ്റ് അടിക്കട്ടെ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഗ്രൗണ്ടിൽ കളിക്കല്ലേ, കളി കഴിഞ്ഞിട്ട് ടെൻ്റ് അടിക്കാൻ കുഴപ്പമൊന്നുമില്ല, അവരുടെ വീട് ഇവിടെ തന്നെയാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല എന്താ അവസ്ഥ. നല്ല കൊതുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ വീടിൻ്റെ മുന്നിലൊന്നും അങ്ങനെ ഒരു സ്പേസ് പോലും ഇല്ല കേട്ടോ ടെൻ്റ് അടിക്കാൻ പാകത്തിന്. ഞാനിങ്ങനെ ബാഗ് അവിടെ വെച്ചിട്ട് ജസ്റ്റ് വേറെ എവിടെയെങ്കിലും സ്പേസ് ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കാരണം ഇന്നലെ രാത്രി തന്നെ വീടിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വീടിൻ്റെ ഉള്ളിൽ ടെൻ്റ് അടിച്ച് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് തന്നെ എനിക്ക് ഭയങ്കര തണുപ്പായിരുന്നു. ഈ ഏരിയയിൽ എങ്ങനെയാണെന്ന് അറിയില്ല, അവിടെ ഭയങ്കര തണുപ്പായിരുന്നു ആ ഏരിയയിൽ. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ വീടിൻ്റെ മുറ്റത്തോ വല്ലോ. പക്ഷെ വീടിൻ്റെ മുറ്റത്തൊന്നും ഒരു സ്ഥലം പോലും കാണുന്നില്ല. അതാണ് ഞാൻ ഇറങ്ങി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡോഗ്സ് പുറകെ വരുന്നതുകൊണ്ടാണ് അതിനേക്കാൾ വലിയ പ്രശ്നം. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവായിരുന്നു. ഞാനിതാ ഇവിടെ ഇങ്ങനെ നടക്കുമായിരുന്നു ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയിട്ട്. അപ്പോൾ എന്നോടൊരു പുള്ളിക്കാരി വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം എന്താ ഈ ഒരു സ്പേസ് ഉണ്ട്, അത്യാവശ്യം ഒരു സ്പേസ് ഉള്ളൊരു വീടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി വാന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നുണ്ട്. എന്താന്ന് മനസ്സിലാവുന്നില്ല. നോക്ക് ബാക്കിലത്തെ വീടൊക്കെ ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. നല്ല രസമാണ്. ബാക്കിലൊക്കെ വാഴയും തെങ്ങും അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഓട്ടോറിക്ഷയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഒരു വീട്ടിൽ തന്നെ ഒരു 5-6 ആൾക്കാർ മിനിമം ഉണ്ടാവും. ജോയിൻറ്റ് ഫാമിലിയാണ് ഇവിടെ ഉണ്ടാവുക, അല്ലാതെ ഒറ്റയ്ക്ക് ഉണ്ടാവില്ല. അവിടെ സംസാരിച്ചപ്പോൾ അവരെന്തോ വേറെ ഒരു സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാണ് ഇപ്പം എന്നെ കൊണ്ടുപോകുന്നത് കേട്ടോ. അതെവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവരുടെ കൂടെ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഭയങ്കര അത്ഭുതമാണ് ഇങ്ങനെ ഒരാളെ കണ്ടിട്ട്. എന്തിനാ വന്നേ ഞങ്ങളെ രാജ്യത്തേക്ക്, ആരാണ്, എന്താണ്, എന്തിനാണ് ഇങ്ങനെ വന്നേ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ്. ഓക്കെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഒരു സ്ട്രേഞ്ചറിനെ അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലുള്ള ഒരാളല്ലാതെ പുറത്തുനിന്ന് ഒരാൾ ആദ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും ഈ ഒരു സ്ഥലത്തെ പറ്റി. CHEL എന്തോ ആണ് അതിൻ്റെ സ്പെല്ലിങ് വരുന്നത്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. കീച്ചെ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയാണ്. ഈ പ്രൊവിൻസ് സ്റ്റേറ്റ് ഒക്കെ ഇല്ല, അതുപോലെ കീച്ചെ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് തോന്നുന്നു. കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് ഞാൻ ഗൂഗിൾ നോക്കിയിട്ട് വേണം പറഞ്ഞുതരാൻ. എക്സാക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്താണ് ചെന്നെത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ടെൻ്റ് അടിക്കാൻ പോലും ഇത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. എന്താണ്ടോ ഇതുവഴി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരുള്ളതുകൊണ്ടാണ് ഡോഗ് അങ്ങനെ ഒരുപാട് കുരയ്ക്കാത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു, കുരച്ചെന്നെ അങ്ങ് കൊന്നേനെ. ഇവിടെ ചറ പറയേ ഡോഗ്സാ. എവിടെ നോക്കിയാലും ഫുൾ പ്രൊട്ടക്ഷനാട്ടോ. ഒരു ചെറിയ ഗ്യാപ്പിലൂടെ എന്നെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു റിവറിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും തോന്നുന്നു, അറിയില്ല, നോക്കട്ടെ. ഒരു ചെറിയ വഴി കൂടെയാണ് പോകുന്നത്. അതെന്തേ അയ്യാർബ എന്ന് വെച്ചാൽ മുകളിൽ നിന്നോ അങ്ങനെ എന്തോന്ന് തോന്നുന്നു അർത്ഥം, അറിയാൻ പാടില്ല. ഗ്രാൻഡേ മോച്ചില ഗ്രാൻഡേ. മോച്ചില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ്, ഗ്രാൻഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുത്, അതാണ് കേട്ടോ അർത്ഥം. അപ്പം എൻ്റെ ബാഗ് ഞാൻ അവിടെ വെച്ചേക്കാന്ന് പറഞ്ഞു. കുറേ നേരം ഞാൻ ബാഗായിട്ട് നടന്നപ്പോൾ ഞാൻ വയ്യാണ്ടായി. ബാഗ് ഇല്ലാണ്ട് കിടക്കുകയാണ്. ഓക്കെയാ, സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ മതിയല്ലോ. ഇവിടെ ഒരു ചെറിയ വീടൊക്കെ കാണുന്നുണ്ട്. നോട്ടെ, ഇത് കുറച്ചുകൂടെ വൈബുള്ള സ്ഥലമാണല്ലോ. ഓക്കെ, ഇവിടെ അല്ലെങ്കിൽ അവിടെ രണ്ടും കാണാൻ ഞാൻ ആക്ഷൻ കാണിച്ചു കൊടുക്കുവാണ്. ഇവിടെ നിൽക്കാം അവിടെ നിൽക്കാന്ന് പറഞ്ഞു. ഇവിടെ പക്ഷെ ഇവിടെ കുറച്ച് ഇതാണ്, കല്ലും മണ്ണൊക്കെയാണ് കേട്ടോ ഇവിടെ കൂടുതൽ. പക്ഷെ വീടിന്റെ ഉള്ളിൽ തന്നെ ഇവിടെ അങ്ങനെയാണ് പ്രശ്നം. പക്ഷെ നല്ല അടിപൊളി സ്ഥലം. നോക്ക് ചുറ്റും ഇതും ആ ഒരു
ഗ്രൗണ്ട് കുറച്ചും കൂടെ ഓപ്പൺ പ്ലേസ് ആണ്. അതാണ് ഞാൻ അവിടെ വേണോ വേണ്ടേ എന്നിങ്ങനെ ആലോചിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ കുളിക്കാനും പെട്ടെന്ന് പോകാൻ പറ്റും കേട്ടോ. വാഷ്റൂമിൽ പോകാനും കുളിക്കാനും എല്ലാത്തിനും ഈസിയാണ്. അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇതാ കൺഫ്യൂസ്ഡ് ആണ് ഞാൻ. ഫൈനലി ഞാൻ ഈ വീടിൻ്റെ ഉള്ളിൽ ഡിസൈഡ് ചെയ്തു താമസിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ടെൻ്റ് അടിക്കാനും. ഇവിടെയും അത്ര പരന്നതല്ല കാണാൻ, പക്ഷെ വീട്ടിൽ കാണുമ്പോൾ പരന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ അത്ര പരന്നതല്ല. അപ്പോൾ എന്തായാലും ആ പുറത്തതിനേക്കാൾ പരന്നതാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എനിക്ക് ചാർജ് ചെയ്യാം, ലൈറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പിന്നെ ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചത്. ചോദിച്ചോട്ടെ, ചാർജ് ചെയ്യാൻ ചിലപ്പോൾ ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെയാണ് മിക്ക സ്ഥലത്തും, അങ്ങനെയാണ്. എന്താ അവസ്ഥ എന്നറിയില്ല. ഇവിടെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാനിത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മറ്റത് നല്ല തണുപ്പായിരിക്കും. ഇതാകുമ്പോൾ ഒരു ഷെൽട്ടർ ഉള്ളതുകൊണ്ട് തണുപ്പ് കുറവായിരിക്കും. പുറത്ത് കിടന്ന മഞ്ഞാന ബറിയാസ് ട്രാൻസ്ലേറ്റ്. ഞാനപ്പോൾ ബാഗ് എടുക്കാൻ വേണ്ടി പോവാണ്. ബാഗ് എടുത്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരണം. ബാഗ് എടുത്തിട്ടുണ്ട്, തിരിച്ചപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇവിടെ കറണ്ട് പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് അവര് ക്യാൻഡിലൊക്കെ പിടിച്ചിട്ടാണ് എന്തോ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്താ തോർത്തിയാണെന്ന് തോന്നുന്നു, എന്താന്ന് മനസ്സിലാവുന്നില്ല. ഇതാണ് അവരുടെ ഒരു ചെറിയ അടുക്കള. ഞാനിവിടെ പുറത്താണ് കേട്ടോ യൂറിൻ പാസ് ചെയ്തത്. ഇവിടെ ബാത്റൂം കണ്ടു കഴിഞ്ഞാൽ ടോയ്ലറ്റ് പോകാൻ തോന്നൂല. ഞാൻ കാണിച്ചു തരേ, കണ്ടോ, ഇതാണ് ടോയ്ലറ്റ്. പ്രശ്നം എന്താ വെച്ചാൽ ഉറുമ്പോ എന്തൊക്കെയോ പ്രാണികൾ അത് കൂടെ അരിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പുറത്ത് പോയത്. പിന്നെ ന്യൂസ് പേപ്പറൊക്കെ വെച്ചാണ് അവർ ടോയ്ലറ്റ് പേപ്പറായിട്ട് യൂസ് ചെയ്യുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് കേട്ടോ. റൈസ് എന്തോ മഞ്ഞ കളറുള്ള റൈസാണ്. അതിന് ചമ്മന്തി ഉണ്ട്, പിന്നെ തോർത്തിയ ഉണ്ട് കേട്ടോ. ഇതാണ് കഴിക്കാൻ പോകുന്നത്. ഞാനിതാ കഴിക്കാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ദാരിദ്ര്യമാണ് ഇവിടെ. അവർക്ക് കഴിക്കാൻ നമ്മളെ നാട്ടിൽ പണ്ട് കഞ്ഞിയും ചമ്മന്തി ഉണ്ടായ പോലെ കുറച്ച് തോർത്തിയയും കുറച്ച് ചോറ് സാധാരണ ഉണ്ടാവാറില്ല. ഈ ഏരിയ ആയിട്ടാന്ന് തോന്നുന്നു. ഒട്ടുന്നുണ്ട് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള റൈസ്. ചമ്മന്തി എന്താ ചമ്മന്തി എന്ന് പറയാൻ പറ്റില്ല, ഒരു മുളക് ഇട്ടിട്ടുണ്ട്. വേറെ എന്തോ ഒരു ഫ്ലേവറും ഉണ്ട്. തക്കാളിയാണോ സംശയം. ചോറിങ്ങനെ കടിക്കാൻ കിട്ടും. പച്ച വെന്തിട്ടില്ല, അതുകൊണ്ടാന്ന് തോന്നുന്നു കടിക്കാൻ കിട്ടുന്നുണ്ട്. ഞാനപ്പോൾ അതേ ഇന്ന് ഇവിടെയാണ് കേട്ടോ കിടക്കുന്നത്. ഇവിടെ താഴെ ടെൻ്റ് അടിക്കുന്നില്ല. അവരത് ഇവിടെയാണ് അവരുടെ ബെഡ്. അപ്പോൾ അവിടെ രണ്ടുപേരേ ഉള്ളൂ, അവരവിടെ കിടക്കുന്നത്. എന്നോട് വേണമെങ്കിൽ ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. ഞാൻ നോക്കട്ടെ, കിടന്ന് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഇവിടെ കിടക്കും, അല്ലെങ്കിൽ ഞാൻ താഴെ കിടക്കും. കാരണം ഇത് കണ്ടോ, ജസ്റ്റ് ഒരു ബെഞ്ചാണ്. ഇങ്ങനെ ഒരു ബെഞ്ച് 3 എണ്ണം കൂട്ടിയിട്ടേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഇളക്കമുണ്ട്. പിന്നെ അത്ര ഒരു സുഖമില്ല. നടുവിലൊക്കെ കണ്ടോ, നടുവിലൊക്കെ ഇങ്ങനെ ഗ്യാപ്പാണ്. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം വെച്ചിട്ട് പിന്നെ അതിങ്ങനെ. അപ്പോൾ അതുകൊണ്ട് നടുവിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ഉറങ്ങാൻ. ബെഞ്ച് ഒരുമിച്ച് കൂട്ടിയിട്ടാലും അത് വീണ്ടും ഗ്യാപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് നോക്കിയിട്ട് ഞാൻ താഴെ ടെൻ്റ് അടിക്കും. ടെൻ്റ് അടിക്കാൻ എനിക്ക് മടിയാണ്. സത്യം മടിയല്ല, ഞാൻ ടയേർഡായതുകൊണ്ട് വയ്യ ടെൻ്റ് അടിക്കാനൊന്നും. സോ ഞാനിതവിടെ കിടന്നിട്ടുണ്ട് കേട്ടോ. അറിയില്ല കിടക്കാൻ പറ്റുമോ എന്താന്നുള്ളത്. കുത്തുന്നൊക്കെ ഉണ്ട് ചെറുതായിട്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.